പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വേദഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്ക എടുത്ത് എല്ലാവരും കാണുക പുറപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവത്തിന് ഇഷ്ടം. മൂന്ന് കാര്യങ്ങൾ ഇവിടെ ഈ വേദഭാഗത്ത് കാണാൻ കഴിയും. ഒന്ന്, ഉടനെ അവൻ കിടക്ക എടുത്ത് നടന്നു. 2, എല്ലാവരും വിസ്മയിച്ചു. 3, ദൈവത്തെ മഹത്വപ്പെടുത്തി. ഈ സന്ദർഭ വേദഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ഒരു മനുഷ്യനെ ഏറിയ കാലം എഴുന്നേൽക്കാൻ കഴിയാതെ, മറ്റുള്ളവരെ പോലെ നിൽക്കാൻ കഴിയാതെ, ഒരു പക്ഷപാത രോഗത്തിനകത്ത് കിടന്നുപോയ ഒരവസ്ഥയിൽ നിന്ന് യേശുവിൻ്റെ അടുക്കിലേക്ക് വിഷയവുമായി വന്നപ്പോൾ വലിയ വിടുതലുകൾ കാണുവാനിടയായി. അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ, യേശു കവർന്നഭൂമിയിലെ ഒരു വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി അവിടെ എല്ലാം പരന്നു. അപ്പോൾ 4 പേരൊരു തീരുമാനമെടുത്തു. ആ തീരുമാനം മറ്റൊന്നുമല്ല, അവർ പറഞ്ഞു, നമ്മൾ ഏറിയ വർഷമായി പക്ഷപാതത്താൽ കിടപ്പിലായിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി ഇവരുടെ സുഹൃത്തുക്കളായിരിക്കാം, ഇവരുടെ ആരിലൊക്കെ ആയിരിക്കാം, ആരുമായിക്കോട്ടെ. പക്ഷെ അവരുടെ തീരുമാനം, ഈ വ്യക്തിയെ യേശുവിന്റെ അടുക്കൽ എങ്ങനെയെങ്കിലും ഒന്ന് എത്തിക്കണം. യേശുവിന്റെ അടുക്കൽ ഈ വ്യക്തി ഒന്ന് എത്തിച്ചാൽ അവൻ ഇനിയും ഇതുപോലെ കിടക്കുകയല്ല, അവൻ എഴുന്നേൽക്കും. പ്രിയരെ, യേശുവിന്റെ അടുക്കൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നം നമ്മെ കിടത്തത്തില്ല, പിന്നെ ആ പ്രശ്നം നമ്മെ വലക്കത്തില്ല. യേശുവിന്റെ അടുക്കൽ എത്തുമ്പോൾ അതിന് എക്സ്പയർ ഡേറ്റ് ആവും. നമ്മൾക്കൊത്തിരി ആഗ്രഹങ്ങളുണ്ട്, നമുക്കൊത്തിരി പ്രതീക്ഷകളുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ പ്രതീക്ഷകളും നടക്കാതെ വല്ലാതെ വേദനയിലാഴ്ത്തി നമ്മളെ നിരാശപ്പെടുത്താറുണ്ട്. പക്ഷെ ഈ സമയത്ത് ദൈവാത്മാവ് വചനത്തിലൂടെ സംസാരിക്കുന്നത്, നമ്മളെ നിരാശപ്പെടുത്തിക്കളഞ്ഞ, നമ്മളെ ഒതുക്കിക്കളഞ്ഞ, നമ്മളെ മുൻപോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ, നിരാശയിലേക്ക് തള്ളിവിട്ട വിഷയത്തെ യേശുവിന്റെ അടുക്കിലേക്ക് ജാതി മത വർഗ വർണ്ണ ഭേദമന്യേ അവൻ ഏൽപ്പിക്കാൻ കഴിയുമെങ്കിൽ ആ വിഷയത്തിന് ഇനി ഒരു പരിഹാരം നൽകി തരാൻ ദൈവത്തിന് കഴിയും. ഈ 4 പേരുടെ ഒരു തീരുമാനമാണ് ആ മനുഷ്യനെ ആ കിടക്കയിൽ കാണാനല്ല, അവരുടെ നല്ല ആഗ്രഹങ്ങളെ ഒന്ന് ശ്രദ്ധിച്ച്. അവരുടെ ആഗ്രഹം, അവരെന്തില്ല, ഞങ്ങൾക്ക് ആരോഗ്യമുണ്ട്, ഞങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കാൻ, ഞങ്ങൾക്ക് ശരീരത്തിന് വലിയ കുഴപ്പമില്ല, രോഗമില്ല, ഒന്നുമില്ല, അവൻ കിടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല എന്ന് ചിന്തിച്ചായിരുന്നു ഒരു പക്ഷേ അവൻ എഴുന്നേൽക്കത്തിലായിരുന്നു. പക്ഷെ അവരുടെ ആഗ്രഹം, ഞങ്ങൾക്ക് ആരോഗ്യമുള്ളതുപോലെ ഞങ്ങളുടെ സഹോദരനും ആ കിടക്കയിൽ കിടക്കുന്നവനൊന്ന് എഴുന്നേറ്റാൽ കൊള്ളായിരുന്നു എന്നുള്ളൊരു ആഗ്രഹം, നല്ല ആഗ്രഹം. അപ്പൊ അവർ നല്ല മനുഷ്യരായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം, നല്ല മനുഷ്യരായിരുന്നു. ഇവർ 4 പേരും ഒരുമിച്ച് തീരുമാനമെടുക്കുകയാണ്, എടാ, ആ കിടക്കയിൽ ഇന്നുവരെ കിടന്നുകൊണ്ടിരുന്ന അവനെ നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യണം, അവിടെ നിന്ന് പൊക്കണം. പ്രൈസ് ദി ലോർഡ്. ആ യേശു ഉള്ളിടത്തോട്ട് നമുക്ക് ഇവനെ ഒന്ന് കൊണ്ടുപോകാം. ദൈവത്തിന് സ്തോത്രം. യേശു ഉള്ളിടത്തോട്ട് ഇവനെ ചുമന്നുകൊണ്ട് വരുന്ന സമയത്ത് ഇവർ കാണുന്ന കാഴ്ച, ഒരു കാരണവശാലും യേശുവിന്റെ അരികിൽ ഈ വിഷയത്തെ ഇറക്കി വെക്കാൻ കഴിയാത്ത ഒരു കാഴ്ച. കാരണം ആ വീടിന്റെ വാതിൽക്ക് പോലും എത്തുവാൻ കഴിയാതെ ജനസമൂഹം തിക്കിത്തിരക്കി നിൽക്കുന്ന ഒരു കാഴ്ച. അപ്പൊ ഇവരുടെ വിഷയം യേശുവിന്റെ മുമ്പിൽ വെക്കാൻ പറ്റാത്ത പോലെ തിക്കും തിരക്കും, അല്ലെങ്കിൽ അങ്ങോട്ട് എത്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. പ്രൈസ് ദി ലോർഡ്. ആ അവസ്ഥയിൽ അവർ തിരിഞ്ഞുപോയില്ല. അവൻ മുൻപോട്ട് വെച്ച കാലം മുൻപോട്ട് തന്നെ തീരുമാനമെടുക്കുകയാണ്. എന്നെന്തായാലും യേശുവിനെ ഒന്ന് കാണണം, യേശുവിന്റെ അടുക്കൽ ഈ വിഷയത്തെ ഒന്ന് വെക്കണം, യേശുവുമായി വിഷയത്തെ ഒന്ന് കണക്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ് അവരുടെ ഹൃദയത്തിൽ അവൻ ഭരിക്കുവാനിടയായി തീർന്നത്. അവർ തീരുമാനമെടുത്തു, നമുക്ക് ഈ വീടിന്റെ മേൽക്കൂര പൊളിച്ചിട്ട് യേശുവിന്റെ അടുക്കിലേക്ക് വിഷയത്തെ ഒന്ന് ഇറക്കി വെക്കാം. അപ്പൊ ആ വീട്ടുടയവന്റെ ഡെഡിക്കേഷൻ, സമർപ്പണം,
ഒന്ന്, ഈ കിടക്കുന്ന മനുഷ്യനെ എടുത്തുകൊണ്ടു പോകുന്നവരുടെ ഒരു സമർപ്പണം. രണ്ട്, ഈ വിഷയമായി ചെന്നപ്പോൾ ആ വീട്ടുടയവൻ ആ വീടിന്റെ മേൽക്കുര പൊളിക്കുവാൻ കാണിച്ചൊരു സമർപ്പണം. അപ്പൊ ഇതെല്ലാം ഒടുവിൽ യേശുവിന്റെ അരികിലേക്ക് ഈ വിഷയത്തെ താഴോട്ട് ഇറക്കി വെക്കുമ്പോൾ യേശു അവനോട് പറയുന്നൊരു പദമാണ്, എഴുന്നേറ്റ് കിടക്ക, എടുത്ത് നടക്ക. അവൻ പറയാം, യേശുവേ, നാളിതുവരെ ഈ കിടക്കയിൽ എന്നെ കിടത്തി എന്നെ ഇവിടെ ഒതുക്കിയിട്ടിരിക്കുക. നാളിതുവരെ ഞാനിങ്ങനെ ഒരു വേട് കേട്ടിട്ടില്ല. നാളിതുവരെ എനിക്കിങ്ങനെ ആരും ഒരു സഹായം ചെയ്തിട്ടില്ല. ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് മറ്റുള്ളവരെ പോലെ നടന്നാ കൊള്ളാമായിരുന്നു. ഒത്തിരി പ്രതീക്ഷിച്ചിട്ടുണ്ട്, എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ നായാ കൊള്ളാമായിരുന്നു. പക്ഷെങ്കിൽ നടക്കുന്നില്ല. പക്ഷെ ഇന്ന് എൻ്റെ ആ പ്രതീക്ഷകൾ, എൻ്റെ ആ സ്വപ്നങ്ങൾ വീണ്ടും സാക്ഷാത്കരിക്കപ്പെടുകയാണ്. പ്രിയരെ, മനുഷ്യനാണ് മതങ്ങളെ സൃഷ്ടിച്ചത്. മനുഷ്യനാണ് ഇന്ന മതം, ആ മതം, ഈ മതം എന്നൊക്കെ പറഞ്ഞ് വർഗങ്ങൾ അല്ലെങ്കിൽ വർണ്ണങ്ങൾ മാറ്റി 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 സൃഷ്ടിച്ചത്. ദൈവത്തിന് മുമ്പിൽ മതമല്ല വിഷയം. മനുഷ്യൻ ദൈവത്തെ മനസ്സോടെ വിളിക്കുക എന്നുള്ളതാണ് വിഷയം. നമുക്ക് ദൈവത്തെ മനസ്സോടൊന്ന് വിളിക്കാൻ പറ്റുമോ? കർത്താവേ, നാളിതുവരെ എൻ്റെ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റിയിട്ടില്ല. കർത്താവേ, നാളിതുവരെ എനിക്ക് മൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ കുടുംബത്തിൻ്റെ വിഷയങ്ങൾ, എൻ്റെ വ്യക്തിപരമായ വിഷയങ്ങൾ, എൻ്റെ ഫിനാൻഷ്യൽ വിഷയങ്ങൾ, ഒത്തിരി വിഷയങ്ങൾ കൊണ്ട് എന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുക. പ്രിയരെ, ഇന്ന് പകൽ യേശു കർത്താവിന് അങ്ങയോടൊരു മറുപടി പറയാനുണ്ട്. അത് മറ്റൊന്നുമല്ല, എന്തു ത്യാഗം സഹിച്ചു, എന്ത് റിസ്ക് എടുത്തു കർത്താവിന്റെ മുൻപിലേക്ക് ഈ വിഷയത്തെ ഒന്ന് എത്തിക്കാമെങ്കിൽ, ഇറക്കി വെക്കാമെങ്കിൽ, നിശ്ചയമായി അങ്ങേ ഇതുവരെ നിരാശപ്പെടുത്തിയ, ഇതുവരെ അങ്ങയെ ഒരിടത്ത് ഒതുക്കി നിർത്തിയ വിഷയത്തിനകത്ത് ഒരു പരിഹാരം ഉണ്ടാകും. യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ വലിയ വിടുതലുകൾ സംഭവിക്കും. കർത്താവ് ഒരിക്കലും പറഞ്ഞിട്ടില്ല നീ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് പോകാനല്ല. കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമുക്ക് തരുന്നൊരു പഠനം, 4 പേരുടെ വിശ്വാസം, അവരുടെ സമർപ്പണം. അവരാ വിഷയത്തെ യേശുവിന്റെ അരികിലേക്ക് ഇറക്കി വെച്ചു. യേശു പറഞ്ഞു, അവരുടെ വിശ്വാസം കണ്ടിട്ട് ഇപ്പോൾ നിനക്ക് സൗഖ്യമാണ്. നിന്നെ കിടത്തിയ കിടക്കയെടുത്ത് നീ നടന്നോളാം. ഇനി നിന്നെ അത് കിടത്തുകയല്ല, അത് നീ ചുമക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, നാളിതുവരെ നമ്മെ നിരാശപ്പെടുത്തിയ, നമ്മെ ഒതുക്കി ഒതുക്കി ഒരു കോണിൽ ഒതുക്കി കളഞ്ഞ വിഷയത്തെ ഇന്ന് പകൽ നമ്മൾ അതിനെ എടുത്തിട്ട് പറയാം, ഇനി എന്നെ ഒതുക്കാൻ കഴിയത്തില്ല, ഇനി നിനക്ക് എന്നെ കിടത്താൻ കഴിയത്തില്ല. കാരണം നസ്രയനായ യേശു എനിക്കൊരു വിടുതൽ തന്നു. അങ്ങനെയെങ്കിൽ വളരെ പ്രാർത്ഥനയോടെ, വിസ്മയിപ്പിക്കുന്ന നിലയിൽ, ആശ്ചര്യമാകുന്ന നിലയിൽ മറ്റുള്ളവർ കണ്ടിട്ട്, നമ്മുടെ വിടുതലുകൾ കണ്ടിട്ട് പറയാൻ പോകുകയാ, ഒരു കാലത്ത് ഞങ്ങൾ പ്രതീക്ഷിച്ചല്ല നീ രക്ഷപ്പെടുമെന്ന്. ഒരു കാലത്ത് നീ രക്ഷപ്പെടുന്നത് ഞങ്ങൾ ചിന്തിച്ചതേ അല്ല. പക്ഷേ നീ രക്ഷപ്പെട്ടു. അത് സാക്ഷാൽ യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്താൻ പോകുക. വളരെ പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകാം. എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുന്ന നിലയിൽ, എല്ലാവരും വിസ്മയിക്കുന്ന നിലയിൽ ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ വിടുതലുകൾ നമുക്ക് കൊണ്ടിച്ചിരിക്കും. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ.